24 ബിഗ് ബ്രേക്കിംഗ്. മലപ്പുറം നിലമ്പൂരിൽ താമസിക്കാൻ മതിയായ സൗകര്യങ്ങൾ ഇല്ലാതെ ആദിവാസി കുടുംബത്തിന്റെ ദയനീയത. അകമ്പാടം പാറേക്കാട് നഗറിലെ കുറുമ്പിയുടെ കുടുംബമാണ് ദുരിത ജീവിതം നയിക്കുന്നത്. ചെറിയ വീട്ടിൽ 21 പേരാണ് താമസിക്കുന്നത്. ഭൂമിക്ക് വീടിനുമായി അപേക്ഷ നൽകാൻ തുടങ്ങിയിട്ട് വർഷങ്ങളായെന്ന് കുറുമ്പിയമ്മ 24നോട് പറഞ്ഞു. ആദ്യം വിപിൻ സി വിജയന്റെ റിപ്പോർട്ടിലേക്ക്. ആദിവാസി സമൂഹത്തിന്റെ ഒരു ദയനീയത തുറന്നു കാണിക്കുകയാണ്. നിലമ്പൂരിലെ അകമ്പാടം പാറേക്കാട് നഗറിലാണ് ഞാൻ ഈ നിൽക്കുന്നത്. ഈ ഒരു ചെറിയ വീട്ടിൽ താമസിക്കുന്നത് 21 പേരാണ്. കുട്ടികൾ ഉൾപ്പെടെ 21 പേരാണ് ഈ ഒരു ചെറിയ വീട്ടിൽ തന്നെ താമസിക്കുന്നത്. അതിൽ നമുക്ക് വളരെ കരള് അലിയിപ്പിക്കുന്ന ഒരു കാഴ്ചയായി കാണുന്നത് ഇവിടുത്തെ ആട്ടിൻകൂട്ടിലാണ്. ഇവിടെ കിടക്കാൻ സ്ഥലമില്ലാത്തതുകൊണ്ട് ഒരാൾ കിടക്കുന്നത്. ഇത് ചാലിയാർ പഞ്ചായത്ത് നൽകിയ ആട്ടിൻകൂടാണ്. അവിടെ കിടക്കേണ്ട അത്രയും വലിയ ദുരവസ്ഥയാണ് ഉള്ളത്. ആടുകളെ തൊട്ടപ്പുറത്തേക്ക് കെട്ടി ഇത് ഈ അനുവദിച്ച ആട്ടിൻകൂട്ടിൽ അവിടെ പായയിട്ടാണ് ഇവർ കിടക്കുന്നത്. അമ്മ കുറേ ആയിട്ട് തന്നെ ഇങ്ങനെയാണോ? കുറേ ആയിട്ട് ഇങ്ങനെ തന്നെ. ഞാൻ കുറേ സ്ഥലത്ത് കൊടുത്തതാണ്. കൊടുത്തപ്പോൾ ഞങ്ങൾക്ക് തന്നെ ഇപ്പോൾ മടിയായി. നിനക്ക് തന്നെ ഒരു മടിയായിക്കണം കൊടുത്ത്. ഇന്നിപ്പോൾ എവിടേക്കും കൊടുക്കാനാവില്ലെന്ന് വെച്ചിട്ട് നിൽക്കുകയാണ്. അപ്പോഴാണ് ചെക്കന്മാർ പിന്നെ വിളിച്ച് കൊടുക്കുന്നതാക്കി. എത്ര പേര് ഇവിടെ താമസിക്കുന്നുണ്ട്? 10-21 ആൾക്കാരുണ്ട്. 10-25 ആൾക്കാരുണ്ടായിന്. അപ്പോൾ അതിൽ 3 ആൾ വേറെ. ബാക്കിയുള്ള പേരൊക്കെ ഇവിടെ തന്നെ ഞങ്ങൾ എൻ്റെ ഒപ്പം തന്നെ. ഒന്ന് കിടക്കാനെങ്കിലും സ്ഥലമുണ്ടോ? ഞാൻ ചില സമയത്ത് ഞാൻ കുത്തിരുന്നുറങ്ങും. ഇരുന്നുറങ്ങുമോ? അല്ലാതെ ഇപ്പോൾ സ്ഥലം വേണ്ടേ കിടന്നുറങ്ങാം. ചെറിയൊരു പേരല്ലേ. ആ പേരയിൽ ഇപ്പോൾ എത്ര ആൾക്കാരൊക്കെ വെച്ച് കിടന്നുറങ്ങി വെച്ചാൽ അത് എനിക്ക് ഭയങ്കര സങ്കടമുള്ള കാര്യങ്ങളാണത്. എനിക്ക് എവിടെ ആട്ടിവിടാൻ പറ്റില്ലല്ലോ എൻ്റെ മക്കളെ. ആ ഗതികേടാണ് ഇപ്പം എൻ്റെ ഗതികേട്. ഒന്നും ആരോട് പറഞ്ഞാൽ തിരിയില്ല. ആ വേദന എനിക്കേ അറിയുള്ളൂ. അത്രയും വേദനയല്ല ഇപ്പം ഞാൻ ഇവിടെ കഴിഞ്ഞു പോണേ. കുറുമ്പിയമ്മയുടെ ഈ വാക്കുകൾ ഇവിടുത്തെ അധികാരികൾ ഉൾപ്പെടെ കേൾക്കണം. കാരണം എന്തു ചെയ്യും, മക്കളുമായി എന്തു ചെയ്യും? അവർ ഭൂമിക്കായിട്ട് പലതവണ അപേക്ഷ കൊടുത്തതാണ്, വീടിന് വേണ്ടി അപേക്ഷ കൊടുത്തതാണ്. പക്ഷേ ഒന്നിലും ഒരു നടപടിയും ഉണ്ടായിട്ടില്ല. അതുകൊണ്ട് തന്നെ കിടക്കാൻ സ്ഥലമില്ലാത്തതുകൊണ്ട് പലപ്പോഴും ഇരുന്ന് ഉറങ്ങുന്നു എന്ന് വരെ പറയുകയാണ് ഈ അമ്മ. ഈ ആട്ടിൻകൂട്ടിലാണ് അതിൽ ഒരാൾ താമസിക്കുന്നത്. കാരണം ആടുകളെ ഇങ്ങോട്ടേക്ക് മാറ്റിയാൽ എല്ലാവർക്കും കൂടി കിടക്കാൻ ഇവിടെ സ്ഥലമില്ല. അതുകൊണ്ട് മാത്രം ഇവർ ഈ ഒരു ദുരവസ്ഥയാണ്. അപ്പോൾ ഈ ഒരു അവസ്ഥയിലേക്ക് ഇതിനൊരു മാറ്റം വരണം. അതിനുവേണ്ടി ഇവർ കൊടുത്തിട്ടുള്ള അപേക്ഷയിൽ എത്രയും വേഗമുള്ള ഒരു നടപടിയാണ് ഉണ്ടാകേണ്ടത്. അർഷക്കിനൊപ്പം വിപിൻ സി വിജയൻ, 24 മലപ്പുറം. 24 ഈ വാർത്ത നൽകിയതിന് പിന്നാലെ വിഷയത്തിൽ ഇടപെടുമെന്ന് ഏറനാട് MLA PK ബഷീർ ഇപ്പോൾ ഉറപ്പ് നൽകിയിട്ടുണ്ട്. കളക്ടറെ കാര്യങ്ങൾ ധരിപ്പിക്കും. കുടുംബത്തിന് താമസിക്കാൻ താൽക്കാലിക സംവിധാനം ഉടൻ ഏർപ്പെടുത്തുമെന്നും MLA അറിയിച്ചു. ഈ വിഷയം രാവിലെയാണ് എന്റെ ശ്രദ്ധയിൽ പെടുത്തുന്നത്. ഇതുവരെ ശ്രദ്ധയിൽ ആരും പെടുത്തിയില്ല. ശ്രദ്ധയിൽപ്പെടുത്തി നമുക്കൊരു പരിഹാരം ഉണ്ടാക്കായിരുന്നു. ഏതായാലും നിങ്ങൾ 24 ഇപ്പോൾ ഈ ന്യൂസ് വന്ന സ്ഥിതിക്ക് ഞാൻ ഗൗരവമായി ഇടപെട്ട് നാളെ ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥന്മാരെ പറഞ്ഞയച്ച് അതിന് എത്രയും വേഗം ഒരു പരിഹാരം ഉണ്ടാക്കും. ആദിവാസി മേഖലയിലെ ഫണ്ടുകളൊക്കെ സർക്കാർ വെട്ടിക്കുറച്ചു. 55-60% ഫണ്ടാണ് വെട്ടിക്കുറച്ച്. പിന്നെ എങ്ങനെ ഇവർക്ക് നോക്കാം? അവരുടെ ആ ദുരിതം അകറ്റുന്നതിന് വേണ്ടിയുള്ള ഒരു പോസിറ്റീവായ ഒരു നടപടി ഉണ്ടാകും. അതിന് ഞാൻ തന്നെ മുൻകൈ എടുക്കും. താൽക്കാലികമായി നമുക്ക് ഒരു സംവിധാനം ആലോചിക്കാം. അത് നമുക്ക് നോക്കാം കേട്ടോ. ഏതായാലും ശ്രദ്ധയിൽപ്പെടുത്തിയിട്ട് വളരെ നന്ദിയുണ്ട്. ഇപ്പോൾ വിവരങ്ങളുമായി വിപിൻ സി വിജയൻ ചേർന്നുള്ളൂ. വിപിൻ, ഇടപെടാമെന്ന് MLA ഉറപ്പ് നൽകുന്നുണ്ട്. പക്ഷെ അപ്പോഴും ഇത്ര കാലമായിട്ടും ഈ അപേക്ഷയൊക്കെ നൽകിയെന്ന് പറയുന്നുണ്ടല്ലോ. പക്ഷെ എന്തുകൊണ്ട് അതിലൊന്നും ഒരു നടപടി ഉണ്ടായില്ല വിപിൻ? അതേ ഉന്മേഷ്, വർഷങ്ങളായിട്ട് ഇവർ അപേക്ഷകൾ നൽകുകയാണ്. ഇപ്പോഴുള്ള ഈ വീട് ഇത് പാറേക്കാട് നഗറാണ്. ഈ പാറേക്കാട് നഗറിലുള്ള ഈ ചെറിയ വീട് അത് കുറുമ്പിയുടെ പേരിലാണുള്ളത്. അവർക്ക് 88 വയസ്സ് കഴിഞ്ഞു. ഈ 88 വയസ്സുള്ള അവരുടെ പേരിലാണ് ആ വീടുള്ളത്. അത് സർക്കാരിൻ്റെ ഒരു പദ്ധതിയിൽ ഉൾപ്പെടുത്തിക്കൊണ്ട് ലഭിച്ച വീടാണ്. അതുകൊണ്ട് തന്നെ ഈ വീട് ഇനി വിപുലപ്പെടുത്താനോ ഇതിലൊരു അറ്റകുറ്റപ്പണി നടത്താനോ 8 വർഷം കഴിയണം എന്നുള്ളതാണ് ചാലിയാർ പഞ്ചായത്ത് പറയുന്നത്. അങ്ങനെ 8 വർഷം ആവുമ്പോഴേക്കും ഇവരൊക്കെ ഈ വീട്ടിലാണ് താമസിക്കുന്നത്. കുറുമ്പിയമ്മയുടെ മക്കളും മരുമക്കളും കുട്ടികളും ഒന്നും തന്നെ അവർക്ക് പോകാൻ വീടില്ല. അവർക്ക് വീട് വെക്കാനാണെങ്കിൽ ഭൂമിയില്ല. അതുകൊണ്ട് തന്നെ എല്ലാവരും ഇവിടെയാണ് കഴിയുന്നത്. നമുക്ക് പറഞ്ഞാൽ തീരാത്ത വാക്കുകൾ കൊണ്ട് പറഞ്ഞു മനസ്സിലാക്കാൻ കഴിയുന്നതിനപ്പുറമുള്ള ഒരു ദുരിതമാണ് അനുഭവിക്കുന്നത്. ഒന്ന് നിന്ന് തിരിയാൻ പോലുമുള്ള സ്ഥലമില്ലാത്ത വീടാണ്. ആകെ 2 റൂമേ ഉള്ളൂ. അവരാണ് ഷെഡ് കുറച്ച് പുറത്തേക്ക് വലിച്ചു കെട്ടിയിരിക്കുകയാണ്. ആ ടാർപ്പായ കാണുന്നത് അവർ തന്നെ സ്വയം വലിച്ചു കെട്ടിയതാണ്. അവിടെ ഒരു അടുക്കള പണിയുന്നതിന് വേണ്ടി എല്ലാവർക്കും കിടന്നുറങ്ങാൻ സ്ഥലമില്ലാത്തതുകൊണ്ട് ഇരുന്നുറങ്ങുകയാണ് ഈ വന്ധ്യവയോധിക. ഒപ്പം ഈ
ആട്ടിൻകൂടിന് അനുവദിച്ചിട്ടുള്ള ഷെഡാണ്. ഏകദേശം 1 ലക്ഷം ഉറുപ്പ്യയോളം ചെലവഴിച്ചിട്ടാണ് ആ ഒരു ഷെഡ് ഒരു വീടിന് കൊടുക്കുന്നത്. അവിടെ ആടുകളെ കെട്ടുന്നതിന് പകരം പായയിട്ടിട്ട് അവർക്ക് അവിടെ കിടക്കാനുള്ള അത്രയും ഒരു ദുരിതമാണ് ഇവർ നയിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ അപേക്ഷകളിലൊക്കെ എന്തുകൊണ്ട് നടപടിയില്ല എന്ന് ചോദിച്ചാൽ ഇവർക്ക് ഇപ്പോൾ മറുപടിയില്ല. അതൊക്കെ പരിശോധിക്കും എന്നുള്ളത് മാത്രമാണ് പറയുന്നത്. ഇതിനോടൊപ്പം ഈ ലൈഫ് പദ്ധതിയിൽ ഇവർ അപേക്ഷ വന്നിട്ടില്ല, അല്ലെങ്കിൽ ലൈഫ് പദ്ധതിയിൽ അങ്ങനെ ഒരു അപേക്ഷ വന്നിട്ടില്ല എന്നുള്ളതാണ് പഞ്ചായത്ത് പറയുന്നത്. കഴിഞ്ഞൊരു 4 വർഷമായിട്ട് അപേക്ഷയില്ല. ഇതുവരെ അനുവദിച്ചിട്ടുള്ള എല്ലാ അപേക്ഷകളും വീട് അനുവദിച്ചു എന്നാണ് പറയുന്നത്. അപ്പോൾ ഇതിൽ എവിടെയോ ഒരു സാങ്കേതിക തടസ്സമുണ്ട്. ഇവരുടെ അപേക്ഷകൾ കൃത്യമായിട്ട് വന്നോ തുടങ്ങിയിട്ടുള്ള കാര്യങ്ങൾ കൂടി പരിശോധിക്കണം. ഒരു മക്കളുടെ ഒരു കുടുംബത്തെയെങ്കിലും മാറ്റിപ്പാർപ്പിച്ചാൽ അത്രയും സ്ഥലം കിട്ടുമല്ലോ എന്നുള്ളതാണ് അത്രയേ വേദനയോട് കൂടി ഇവർ പറയുന്നത്. പക്ഷേ അക്കാര്യങ്ങളിൽ നടപടിയില്ല. ഒപ്പം തന്നെ ഇവർക്ക് കുറേ ദൂരത്തേക്ക് മാറിപ്പോകാനും പറ്റില്ല. നമുക്കറിയാവുന്നത് പോലെ തന്നെ ആദിവാസി സമൂഹം എപ്പോഴും ഒരുമിച്ച് കഴിയാനും ഒരു കൂട്ടുകുടുംബമായിട്ടൊക്കെ നിൽക്കാനും ആഗ്രഹിക്കുന്നവരാണ്. അതുകൊണ്ട് തന്നെ ഈ പാറേക്കാട് കോളനിയിൽ നിന്ന് ഒരുപാട് ദൂരെ ഒരു കുടുംബത്തെ അങ്ങ് മാറ്റിപ്പാർപ്പിക്കുമ്പോൾ അതിലേക്ക് ഒരുപക്ഷെ ഇവർ തയ്യാറായി വരണമെന്നില്ല. ഈ വാടക വീട്ടിലേക്ക് കുറേ ദൂരത്തേക്ക് പോകാൻ. അപ്പോൾ ഈ സമീപത്ത് അകമ്പാടം പോലുള്ള ഒരു സ്ഥലത്ത് സമീപത്ത് തന്നെ ഒരു സംവിധാനം ഒരുക്കണം എന്നുള്ള ആവശ്യം കൂടി മുന്നോട്ട് വയ്ക്കുകയാണ്. ശരി, വിപിൻ സി വിജയനാണ് വാർത്തയുടെ വിശദാംശങ്ങൾ നൽകിയത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.